വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ഇലാ യൗമിദ്ദീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم. ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ, താനൂർ ഇസ്ലാഹുൽ ഉലൂം കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ബഹുമാന്യനായ ബഷീർ ഹുദവി, ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് വളരെ ലളിതമായി എന്നാൽ മനോഹരവും പ്രൗഢവുമായി നമ്മുടെ ഓർമ്മകളിലേക്ക് ചില വിചാരങ്ങളെ ഇട്ടുതന്ന അഭ്യന്തനായ പാണക്കാട് സയ്യിദ് നാസുർ അബ്ദുൽ ഹയ്യ ശിഹാബ് തങ്ങൾ, ഇവിടെ മറ്റു പ്രഭാഷകരായിട്ടും ആശംസാ പ്രസംഗകരായും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാർ, സർവോപരി താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇതിൻ്റെ സംഘാടനം നടത്തിയിട്ടുള്ള DSUവിൻ്റെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കൾ, നമുക്കെല്ലാം പറയാനുള്ളതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 ആണ്ട് പൂർത്തീകരിക്കാൻ പോകുന്ന സായുജ്യങ്ങളുടെ ഒരു മനോഹരമായ കാലമാണ് നിങ്ങളും നമ്മളുമെല്ലാം ഒരുമിച്ച് അനുഭവിക്കുന്നത്. ഒരു നൂറ്റാണ്ട് ഒരു സംഘടന യാത്ര ചെയ്തു പോകുന്നത് സംഘടന എന്ന നിലയിൽ മാത്രമായിരുന്നില്ല. ഒരു ജനതയുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ മുന്നേറ്റത്തിന് ആവശ്യമാകുന്ന വിധം കൃത്യമായൊരു ദാർശനിക മുറ്റം പണിതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതപര്യന്തം മുന്നോട്ട് പോയത്. ആ ദാർശനിക പരിസരത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് നേരത്തെ തങ്ങൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള സൂക്ഷ്മതയും പാരമ്പര്യത്തോട് ചേർന്നു നിൽക്കലുമാണ്. ആ പാരമ്പര്യത്തോട് ചേർന്നു നിന്നുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ആരെയൊക്കെ ബഹുമാനിക്കണമെന്നും ആരെയൊക്കെയാണ് കണക്കാക്കേണ്ടതെന്നും മനസ്സിലാക്കി അതിനനുസൃതമായി മുന്നോട്ട് പോയിക്കൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതുവരെ അതിൻ്റെ യാത്ര തുടർന്നത്. അതുകൊണ്ട് തന്നെ അതിന് വളരെ വലിയ ജനകീയതയുണ്ടായി, വലിയ അംഗീകാരമുണ്ടായി, വലിയ അർത്ഥത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയും നമുക്ക് ലഭ്യമായി. ആ പിന്തുണയുടെയൊക്കെ ഉള്ളടക്കത്തിൽ നിന്ന് നമ്മൾ ഇന്ന് ആർജിച്ചു വന്നിട്ടുള്ള ഒട്ടേറെ വലിയ വിദ്യാഭ്യാസ സംരംഭങ്ങളുടെ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പോലെ, ജാമിയ നൂരിയ അറബിയ പോലെ വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹിക മുന്നേറ്റത്തിൻ്റെ ഒരു കേരള മാതൃക, ഒരു കേരള മോഡൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഇന്ന് ആ കേരള മോഡൽ ഇന്നിങ്ങനെ കേരളത്തിൻ്റെ പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപകമാകുന്നു. ആന്ധ്രയിലും ആസാമിലും ബീഹാറിലും പശ്ചിമ ബംഗാളിലുമൊക്കെയായി ദാറുൽ ഹുദയുടെ തന്നെ ഓഫ് ക്യാമ്പസുകൾ ഉണ്ടാകുമ്പോൾ ഒരു കാലത്ത് ഇവിടെ വന്ന് ഇവിടെയുള്ള മുസ്ലിങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാനും അനാഥരെ പോറ്റാനുമൊക്കെ വേണ്ടി ശ്രമിച്ചിരുന്ന ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ ഒരു കാലത്ത് വളരെ പ്രഗത്ഭരായ നേതാക്കളാൽ സമ്പന്നമായിരുന്ന ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ മൗലാന ഹുസൈൻ അഹമ്മദ് മദനിയെപ്പോലെയുള്ള പ്രഗത്ഭരായ നേതാക്കളാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കും കൂടി നേതൃത്വം കൊടുത്ത, അതോടൊപ്പം തന്നെ ഇസ്ലാമിക വൈജ്ഞാനിക ശാഖയിൽ വലിയ വിൽപ്പത്തി ഉണ്ടായിരുന്ന, അതുപോലെ മൗലാന
മുഹമ്മദ് അലി ജൗഹറിനെയും ഷൗക്കത്ത് അലിയെയും പോലെയുള്ള ധീരന്മാരായിട്ടുള്ള നേതാക്കളുടെ, അതോടൊപ്പം തന്നെ മൗലാന അലീമിയാനെ പോലെയുള്ള പിന്നീട് നമ്മുടെ കാലത്തോട് ചേർന്നു നിന്ന ലോകമാദരിച്ച മഹാപണ്ഡിതൻ കൂടിയായിട്ടുള്ള അബുൽ ഹസൻ അലി നദ്വി സാഹിബിനെ പോലെയുള്ള പ്രഗത്ഭർ ജീവിച്ച മണ്ണാണ് ഉത്തരേന്ത്യ. പക്ഷെ എന്നിട്ടും അവിടെ എന്തുകൊണ്ട് ഈ പറയപ്പെടുന്ന അർത്ഥത്തിലൊരു വേഗം അവർക്ക് ലഭ്യമായില്ല? പല കാരണങ്ങളുണ്ട്. എല്ലാ കാരണവും നമ്മൾ പറയുന്ന മാത്രം കാരണങ്ങളാകണം എന്നൊന്നും ഞാൻ വാശി പിടിക്കുന്നില്ല. കാരണം വിഭജനത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ വല്ലാത്ത ഭാരം പേറേണ്ടി വന്ന ഒരു ജനത എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ അപേക്ഷിച്ച് അതിനേക്കാളും അപ്പുറം ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളായിരുന്നു. അതിൻ്റെ നോവും അതിൻ്റെ ഏറ്റവും വലിയ ക്ലേശവും സഹിച്ചതും കേരളത്തിലെ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളായിരുന്നു. സ്വാഭാവികമായും അതിൻ്റെ പേരിലുണ്ടായി തീർന്ന ഒരു വല്ലാത്ത ഒരു അരക്ഷിത ബോധം ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ വല്ലാതെ പിടികൂടിയിരുന്നു എന്നതും വസ്തുത കൂടിയാണ്. പക്ഷെ എന്നാലും അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് അവർക്ക് വളരാൻ സാധിച്ചില്ല? ഞാൻ ഈ കാര്യം എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം. ഏകദേശം ഒരു 10-15 കൊല്ലം മുമ്പ് ഡൽഹിയിൽ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടു പോയി. അന്ന് ഡൽഹിയിലെ ജാമിഉൽ ഹംദർദ് എന്ന് പറയുന്ന വലിയ യൂണിവേഴ്സിറ്റിയാണ്, ഹംദർദ് യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിലെ അതിൻ്റെ ചാൻസലർ, ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചാൻസലറുമായി സംസാരിച്ചു. നിസ്സാരക്കാരനല്ല അദ്ദേഹം. സച്ചാർ കമ്മിറ്റിയുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ വന്ന പ്രഗത്ഭനായിട്ടുള്ള, അതോടൊപ്പം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള ഒരു IAS ഓഫീസറാണ് സയ്യിദ് ഹാമിദ് സാഹിബ്. അദ്ദേഹത്തോട് ചോദിച്ചു, കേരളത്തിൽ വന്നപ്പോൾ അങ്ങക്ക് എന്തു തോന്നി? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പതിതാവസ്ഥയെക്കുറിച്ച് പഠിക്കാനാണ് സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം കേരളത്തിലെ മുസ്ലിങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പ്രധാനമായ 2 പ്രധാന കാര്യങ്ങൾ പറഞ്ഞു വച്ചത്, അദ്ദേഹത്തിൻ്റെ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ താഴെ പുലരിവട്ടക്കാലത്ത് നോക്കുമ്പോൾ അദ്ദേഹം കണ്ട ഒരു കാഴ്ചയെക്കുറിച്ചാണ്. ആ കാഴ്ച അദ്ദേഹം പറയുന്നു, ഞാൻ കണ്ണുനീരോടെയാണ് കണ്ടത്. അത് ദുഃഖകരമായൊരു കാഴ്ചയായിട്ടല്ല, സന്തോഷനിർഭരമായൊരു കാഴ്ചയായിട്ടാണ്. ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് പോയിട്ട് എനിക്കത് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഗുജറാത്തിലെ സൂറത്തിൽ അതിന് ചില മാതൃകകൾ കണ്ടു, പക്ഷേ മറ്റെവിടെയും ഞാനത് കണ്ടില്ല. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമായിരുന്നില്ല, പുലരിവട്ടക്കാലത്ത് പുസ്തകങ്ങളുമായി മദ്രസയിലേക്ക് പോകുന്ന കുഞ്ഞുമക്കളുടെ കാഴ്ചയായിരുന്നു ആ സന്തോഷനിർഭരമായ കാഴ്ച. അത് കാണാൻ കഴിയുന്ന ഒരു നാടാണ് കേരളം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് കേരളത്തിലെ മുസ്ലിങ്ങളെ പരുവപ്പെടുത്തിയതുപോലെയുള്ള ഇതേ വിദ്യാഭ്യാസ സാമൂഹിക മുന്നേറ്റങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങേക്ക് മറ്റിടങ്ങളിൽ, അതായത് ഉത്തരേന്ത്യയിൽ എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? ഉത്തരേന്ത്യയിൽ വലിയ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. മഹാനായ നാട്ടിക ഉസ്താദിൻ്റെ ഒരു ക്ലീശ കടമെടുത്ത് പറഞ്ഞാൽ, ദാറുൽ ദേവബന്ദിൻ എന്ന് പറയുന്ന വലിയ ഇസ്ലാമിക കലാലയത്തിൻ്റെ അകത്തുള്ള വലിയ പണ്ഡിതന്മാരുണ്ട്, വലിയ മൗലാനന്മാരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഗേറ്റിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളോടെങ്ങാനും പേര് ചോദിച്ചാൽ ഒരു പേജ് മുഴുക്ക എഴുതാൻ മാത്രമുള്ള പേര് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. അത് നോർത്ത് ഇന്ത്യ മുസ്ലിം സഹോദരന്മാരുടെ ഒരു പ്രത്യേകതയാണ്. കേട്ടാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. സാധാരണ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും മലപ്പുറത്തൊക്കെ ഒരു പേര് ചോദിച്ചാൽ ആ പേര് അറബി പദമാണോ അതോ മലയാള പദമാണോ അതോ സംസ്കൃതമാണോ അതോ തെലുങ്കാണോ തമിഴാണോ എന്നൊക്കെ തോന്നും. ഏതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അബൂബക്കർ എന്നൊന്നും ഒരിക്കലും പറയാൻ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല, പോക്കരാക്കാന്നായിരിക്കും നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ടാവും. അപ്പം അതല്ല, മറിച്ച് സൈനുൽ ആബിദീൻ എന്നൊക്കെ പറഞ്ഞാൽ അത് കൃത്യമായി തന്നെ ഈ നോർത്ത് ഇന്ത്യൻ മുസ്ലിം സഹോദരന്മാരുടെ പേര് അങ്ങനെ പോകും. ആ ഒരു പേരൊന്നുമല്ല, അതിനേക്കാളും ഉണ്ടാവും നീട്ടം, ദൈർഘ്യം. നാട്ടിക ഉസ്താദ് പറയാറുണ്ട്. പക്ഷേ ആ മനുഷ്യനോട്, ആ സഹോദരനോട് പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് തോന്നുന്നത്. ആ സഹോദരനോടെങ്ങാനും ഒരു ഫാത്തിഹ ഓതാൻ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മദ്രസയുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ഗോപാലൻ ഓതുന്നതിനേക്കാളും മോശമായിരിക്കും എന്നാണ് നാട്ടിക ഉസ്താദ് പറയാറുള്ളത്. എന്തുകൊണ്ട് വെച്ചാൽ അത്രമേൽ മദ്രസ സംവിധാനത്തിൻ്റെ ഒരു വല്ലാത്ത നന്മ നമ്മുടെ സമൂഹത്തിന് ലഭ്യമായി. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ട് അങ്ങേ പോലെയുള്ളവർക്ക് അത് ചെയ്യാൻ കഴിയാതെ പോയി? അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇതായിരുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ വളരെ താഴേക്കിടയിൽ നിന്ന് വന്നിട്ട് പിന്നീട് സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലേക്ക് എത്തിയിട്ടുള്ള വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അത് വലിയ കാര്യമാണ്.
മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭ്യന്തരനായ പ്രസിഡന്റ് മഹാനായ ഉസ്താദ് ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു. ഉസ്താദ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ അനുഭവം പറയാറുണ്ട്. ഞാൻ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് റഈസുൽ മുഹഖിഖീൻ, മറ്റൊരു പ്രസിഡന്റും സ്ഥാപകകാല നായകനും നമ്മുടെ എല്ലാ കാലത്തെയും ഏറ്റവും നല്ല മാതൃകയുമായിട്ടുള്ള റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ഉസ്താദിൻ്റെ അടുക്കൽ ദർസോതി പഠിക്കാൻ വേണ്ടി ചെന്നു. കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുക്കൽ ചെന്ന് ദർസോതി പഠിക്കാൻ ചെന്നപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഇവിടെ മുത്തഅല്ലിമീങ്ങൾക്ക് കൊടുക്കാനുള്ള ചെലവ് അവസാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് തന്നെയും ചെലവ് കഴിഞ്ഞാൽ പിന്നെ ഒരാളെ കൂടി ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇനി ചെയ്യാവുന്നത് ചെലവിൻ്റെ കാര്യം ഞാൻ ഏക്കൂല. ഉസ്താദ് പറയൂലോ, അപ്പോൾ നിങ്ങൾക്ക് കേട്ടില്ലേ, തുറന്നങ്ങ് പറയും ചെലവിൻ്റെ കാര്യം ഏക്കൂല, അല്ലാതെ കോയക്കുട്ടിയോട് നിൽക്കാൻ പറ്റിയെങ്കിൽ നിന്നോളാൻ പറഞ്ഞു. മഹാനായ കോയക്കുട്ടി മുസ്ലിയാർ അങ്ങനെ തന്നെ നിന്നു. കോയക്കുട്ടി മുസ്ലിയാർ പറയുന്നു, ഉസ്താദ് പറയുന്നു, അവിടെ അടുത്തുള്ള ഏതോ ഒരു ബേക്കറി കടയിൽ പോയി ആ കടയിലെ ആളോട് പറഞ്ഞു, ഞാൻ കുറച്ചു നേരം നിങ്ങൾക്ക് സേവനം ചെയ്യാം, ഒറ്റ കാര്യം ചെയ്തെന്നാൽ മതി, നിങ്ങളുടെ ഈ ബേക്കറിയിൽ നിന്ന് വിറ്റ് തീർന്ന് അവസാനിക്കുമ്പോഴുണ്ടാകുന്ന കഷണങ്ങൾ, പൊടിക്കഷണങ്ങൾ, ബിസ്ക്കറ്റും റസ്കും ഒക്കെയായി ഉള്ള പൊടിക്കഷണങ്ങൾ എൻ്റെ ക്ഷുത്തടക്കാൻ തന്നാൽ മതി, വേറൊരു കൂലിയും വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങളിന്ന് വിഭവസമൃദ്ധമായ ഊണ് മെനു കച്ച് ആ മെനു തീരുന്നത് അതിൻ്റെ കണക്കിന് വേണ്ട പോലെയൊക്കെ നോക്കിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നിടത്താണെങ്കിൽ, അന്ന് മഹാനായ കോയക്കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ആ മഹാനുഭാവൻ പറയാണ്, തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ്റെ ദർസിൽ ഓതി പഠിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ പോയതിൻ്റെ പേരിൽ തൊട്ടടുത്ത ബേക്കറി കച്ചവടക്കാരൻ്റെ അടുക്കൽ പോയി, വേതനം വേണ്ട, എൻ്റെ ക്ഷുത്തടക്കാനുള്ളതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മഹാനായ കോയക്കുട്ടി ഉസ്താദ് അന്ന് അവിടെ പഠിച്ചത്. ഞാൻ ഒറ്റ ഉദാഹരണത്തിൽ നിന്ന് പറയട്ടെ, എത്രയോ സാമൂഹ്യ ശ്രേണിയിൽ ഒരുപക്ഷെ പരമദരിദ്രമായൊരു കുടുംബത്തിൽ നിന്ന് അങ്ങനെയൊക്കെ വന്ന് കിതാബോധി പഠിച്ച് അത് മഹാപണ്ഡിതൻ്റെ അടുക്കൽ പോയിരുന്ന് പഠിച്ച് ആ സാഗര സമാനമായ ജ്ഞാനത്തിൻ്റെ തീരത്തൂടെ നടന്നു പോയിട്ട് പിന്നീട് ആ മനുഷ്യനിരുന്ന കസേരയിൽ മഹാനായ കോയക്കുട്ടി ഉസ്താദ് ഇരിക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് പോലും വന്ന് സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു സേതുബന്ധനം, ഒരു പാലം കെട്ടൽ, അതാണ് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ ചെയ്തു വെച്ചത് എന്ന് ചുരുക്കം. അതായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വല്ലാത്തൊരു സോഷ്യൽ എൻജിനീയറിംഗ് നടത്താൻ കഴിഞ്ഞു. ആ സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ വലിയ പ്രത്യേകത, ദർസുകൾ നിലനിന്നിരുന്ന ആ കാലത്ത് നിന്ന് അത്രയും പ്രഗത്ഭരായ പണ്ഡിതന്മാർ സമൂഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. ചിലപ്പോൾ അവർ സമൂഹത്തിലെ മേലാളന്മാരെയും സമൂഹത്തിലെ കുടിലുകളെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള ഇസ്ലാമിക പ്രബോധനത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും ഒക്കെ മാർഗം നാം കാണുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നമ്മൾ കണ്ടു. ആ രീതിയിലൊക്കെ അദ്ദേഹം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇസ്മായിലിൻ്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നാണ്. അതിന് സമസ്തയുമായി ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ സമസ്തയുടെയും സാമുദായികമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും വഴിയെ വന്നതിൽ നാം കണ്ട ഒരു സൂഫിധന്യമായ ജീവിതം എന്നതാണ്. ഞാനിങ്ങനെ കുറേ നേരം ആലോചിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത് പോലും മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. ആ ഖായിദെ മില്ലത്തിനെയാണ് ജാമിയ നൂരിയ അറബിയയിൽ മഹാപണ്ഡിത പർവ്വതങ്ങൾ സാന്നിധ്യമരുളുന്ന ജാമിയയിലെ സനദ് ദാന സമ്മേളനത്തിൽ സനദ് കൊടുക്കാൻ വേണ്ടിയും ഒരു കാലത്ത് ഏൽപ്പിച്ചതെന്നു കൂടി ആലോചിക്കുമ്പോഴാണ് സൂഫിധന്യമായിരുന്നു ആ ജീവിതം, ബാക്കവിയായിരുന്നു എന്ന്. ഞാൻ ഈ സംഭവം അഭിയന്തനായ അബ്ദുസ്സമദ് സാഹിബ് പൂക്കോട്ടൊരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ, വിഷയാവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, സൂഫിയായിരുന്നു പക്ഷേ വലിയ ആലിമൊന്നും ആയിരുന്നില്ലല്ലോ എന്നായിരുന്നു പറയാൻ തുടങ്ങിയത്. അപ്പോൾ അഭിയന്തനായ ത്വാക്ക ഉസ്താദ് ആ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം നമുക്കൊക്കെ അറിയാം, അദ്ദേഹത്തിന് ചില പ്രത്യേകമായ രോഗാവസ്ഥകൾ സംഭവിച്ചതിൻ്റെയും അതിൻ്റെ പേരിലുണ്ടായ സർജറിയുടെയും ഭാഗമായി ശബ്ദം വല്ലാതെ ഉയർത്താൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ അത് സംബന്ധമായ സർജറിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ദ്വാരം ഇങ്ങനെ അടക്കി പിടിച്ചിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, സമദിനോട് പറയണം മഹാനവറുകൾ ഒരു ബാക്കവിയായിരുന്നു എന്ന് കൂടി പറയണം എന്നായിരുന്നു. ഞാൻ പറയുന്നത് അങ്ങനെ ചേർന്നു നിന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മകളെയാണ് ഈ പ്രഗത്ഭനായ ഈ IAS ഓഫീസർ പറഞ്ഞു തന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ഈ നന്മയുടെ തിരിവട്ടം,
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന അർത്ഥത്തിലേക്കൊരു സംഘാടനമായി വളരുമ്പോൾ അതിനുണ്ടായ ഒരു പരിസരം എന്നത്, ഒരു മുറ്റം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. 1920 വരെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സുന്നി ആശയത്തിൻ്റെ പരിസരത്തെ മറ്റാരോ വന്ന് കുഴപ്പമുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ച പ്രഗത്ഭരായ ദക്ഷിണാസമ്പന്നരായ പണ്ഡിതന്മാരോടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കൂടി പറയാൻ പറ്റുന്നിടത്താണ്. കാരണം ഇവിടെയാണ് തറവാട്ട് മഹിമയുടെ വല്ലാത്ത വർത്തമാനം പറഞ്ഞൊരു നാടാണ് താനൂർ. ഇവിടെയാണ് ആദ്യമായി ദർസ് നടന്നത്. അതായത് ഹിജ്റ 670 ഒന്നാമത്തെ ദർസ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അഭിനന്ദനായ സയ്യിദ് ഹാമിദ് സാഹിബിൻ്റെ ആ വാക്കുകൾ നമ്മൾ ഒരുക്കിക്കൊണ്ടുവന്ന ഒരു മുറ്റത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണമാണ്. അത് 1920 വരെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതാണ് ഈ തറവാട് മുറ്റം എന്ന് ഞാൻ പറയാൻ കാരണം. ഇത് കേരളത്തിൻ്റെ മുസ്ലിം വൈജ്ഞാനികമായ പാരമ്പര്യത്തിൻ്റെ തറവാട്ട് മുറ്റാണ്. നിങ്ങൾ വലിയ സൗഭാഗ്യവാന്മാരാണ്. കാരണം ആ തറവാട്ട് മുറ്റത്തിൻ്റെ വൈജ്ഞാനിക സുഗന്ധം അനുഭവിക്കാനുള്ള മഹാഭാഗ്യം കിട്ടിയവരാണ്. മഹാനായ ഷെയ്ഖുൽ ഹളറമി എന്ന് പറയുന്ന ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ഹളറമി എന്ന പ്രഗത്ഭനായ പണ്ഡിതനിലൂടെ ഹിജ്റ 670 തുടങ്ങി വച്ചത് ഈ വലിയ കുളങ്ങര എന്ന് പറയുന്ന പ്രദേശമാണ്. പിന്നെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെയാണ് പിന്നെ ഈ താനൂറുൽ ഇസ്ലാഹുൽ ഉലൂം എന്ന് പറയുന്ന 1924 സ്ഥാപിതാവുന്നത്. അത് സ്ഥാപിച്ച ആ മഹാനായ പണ്ഡിതനുമാണ് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ. പാങ്ങിൽ ഉസ്താദ് തന്നെയാണ് ശരിക്കും സമസ്തയുടെയും ദൈക്ഷണികമായിട്ടുള്ള സ്ഥാപനത്തിൻ്റെ നായകൻ. കാരണം എന്തുകൊണ്ടെന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടായാലേ ഇനി നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഇന്നലകളെ ഇനിയും തലമുറകൾക്ക് നൽകാനാകൂ. അതുകൊണ്ടൊരു സംഘാടനം വേണം എന്ന് മഹാനായ പാങ്ങിൽ ഉസ്താദ് ആലോചിച്ചു. അവിടെ നിന്നാണ് പിന്നീട് 1926 ജൂൺ 26 സ്ഥാപിതമാകുന്ന വിധത്തിലേക്ക് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ അധ്യക്ഷ പദവിയിൽ ഇരുന്നുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിതമാകുന്നത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഇതിന് ഒരു പ്രത്യേക സംഘടന എന്ന് പറയാനൊന്നും പറ്റൂല. കാരണം സംഘടനയായി മാറിയതാണ്. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞത് ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ അഷ്റഫുൽ ഖൽഖിൽ നിന്ന് തുടങ്ങുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു തരുന്നത് പോലെ ഈ ഒരു മനുഷ്യനും ഒറ്റക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒരാൾക്ക് പോകാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് പ്രവാചകന്മാരുടെ ഒരു കൃത്യമായിട്ട് അവരുടെ നാമങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടാണ് അള്ളാഹു പറഞ്ഞു വെച്ചത്. ഉലൈകല്ലദീന ഹദല്ലാഹ്, അവരെല്ലാം അള്ളാഹു ഹിദായത്ത് കൊടുത്ത ആളുകളാണ്. ഫബി ഹുദാഹും ഇഖ്തദി, നബിയെ അവരുടെ മാർഗം അങ്ങ് അവലംബിക്കണം. ആ പ്രവാചക ശ്രേഷ്ഠന്മാർ പോയ മാർഗത്തിലൂടെയാണ് അങ്ങ് പോകേണ്ടത്. അള്ളാഹുവിലേക്ക് മടങ്ങിയ മനുഷ്യരുടെ പിന്നാലെ പോകണം എന്നാണ്. ഇത്തബി സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് മടങ്ങിയിട്ടുള്ള ആളുകളുടെ മാർഗം അവലംബിക്കണം, അത് തുടരണം. അതുതന്നെയാണ് ഞാനിവിടെ ഓതി വെച്ച ആയത്തിൻ്റെയും ഉള്ളടക്കം. മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനോട് എന്താണ് മുഅ്മിനീങ്ങളായ, അതായത് മുസ്ലിം സമൂഹത്തിലെ പ്രഗത്ഭരായ ആളുകളെല്ലാം കൂടി ഏകോപിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം എന്ന് പറയുന്ന ഇജ്മാഇന് അത് അവലംബിക്കണമെന്നത് നിർബന്ധമാകുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം ഒരിക്കൽ ചോദിക്കപ്പെട്ടു. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു 300 പ്രാവശ്യം പരിശുദ്ധ ഖുർആനെ ഇങ്ങനെ നിരന്തരമായി പരതി എന്നാണ്. 300 പ്രാവശ്യം പരിശുദ്ധ ഖുർആൻ പരതാൻ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഇങ്ങനെ ഖുർആൻ്റെ ഓരോ കടലാസും മറിച്ചു നോക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വലിയ അർത്ഥത്തിൽ വളരെ ചെറുപ്പത്തിലെ ഹിഫ്ള് നേടിയ മഹാനാണ്. അതുകൊണ്ട് പക്ഷേ ഈ 300 പ്രാവശ്യവും അത്തരത്തിലൊരു അങ്ങനെ ഒരു വഴിയിൽ മഹാനവറുകൾ നിരന്തരമായി പരിശോധിച്ചു എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, എന്നിട്ട് അവസാനം അതിന് ഉത്തരം കൊടുക്കാൻ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തയ്യാറായത് അത് നിർബന്ധമാണെന്നതിന് തെളിവ് സത്യവിശ്വാസികളല്ലാത്തവരുടെ മാർഗം അവലംബിച്ച് പോകുന്നവർ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവർ പോയ വഴിയെ തന്നെ നാം അവരെ കൊണ്ടുപോവുകയും എന്നിട്ട് നരകത്തിലേക്ക് ചേർക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ ഈ ആയത്താൻ. വയത്തബിയസ് ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്തൊരു മാർഗം അവലംബിച്ചു പോയാൽ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, നാം അവർക്ക് പോകാനുള്ള വഴിയെ തന്നെ അങ്ങനെ കൊണ്ടുപോയിട്ട് അവസാനം അവരെ നരകത്തിലേക്ക് ചേർക്കുകയും ചെയ്യും എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിനെ മുന്നിൽ വെച്ചാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു
ഈ ഏകോപിതമായ അഭിപ്രായത്തെ ഇജ്മാ ഉൽ ഉമ്മയെ അത് നിർബന്ധമാണ്, അത് അവലംബിക്കൽ നിർബന്ധമാണ് എന്ന് ഇമാം ഷാഫി തങ്ങൾ തെളിവ് കൊടുത്തതായി നമുക്ക് കാണാനാവും. അപ്പം അതായത് ഈ പറയുന്ന അർത്ഥത്തിൽ ഒരു ഒറ്റക്ക് പോകുന്നതല്ല, പാരമ്പര്യം ഖുർആൻ്റെ തന്നെ ശൈലിയാണ്. ട്രഡീഷണാലിറ്റി എന്ന് പറയുന്നത് ഖുർആൻ്റെ ശൈലിയാണ്. ട്രഡീഷണാലിറ്റി എന്ന് പറയുന്നത് ഖുർആൻ്റെ ശൈലി മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ അത് ഈ ഇത്തരം വിജ്ഞാനങ്ങളെ കരഗതമാകുന്നിടത്ത് എല്ലാത്തിലും ബുദ്ധിപരമായ ഒരു യുക്തി എന്ന് പറയുന്നത് എന്താണ്? ആ ട്രഡീഷണാലിറ്റി അവലംബമാക്കുക എന്നുള്ളതാണ്. നമുക്ക് വെറുതെ ഒരു ഉദാഹരണം പോലെ പറയാനാവും. കാരണം ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ ആ സന്ദർഭത്തിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ആ കോണ്ടെക്സ്റ്റിൻ്റെ സാക്ഷികൾ ഉണ്ടാകണം. ഒരു സ്കൂളിലെ അല്ലെങ്കിൽ ഒരു കോളേജിലെ ഒരു ക്ലാസ് റൂമിൽ വന്ന അധ്യാപകൻ അദ്ദേഹം കുട്ടികളോട് ഇന്നലെ നടന്ന ഏതെങ്കിലും ഹോംവർക്ക് നടത്തിയോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അതൊന്നും ചെയ്യാത്ത കുറേ മിടുക്കന്മാരുണ്ടായിരുന്നു വരാം. അങ്ങനെയാണല്ലോ എവിടെയും അത് ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ ആ അധ്യാപകന് ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് പറയുന്നൊരു വാക്കുണ്ടാവാം. ദേഷ്യം പിടിച്ചും അതേ ഇങ്ങനെ പറയാം, നാളെയും ഇങ്ങനെ തന്നെ വന്നോളണം എന്ന്. നാളെയും ഇങ്ങനെ തന്നെ വന്നോളണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നാളെ അങ്ങനെ തന്നെ വരണം എന്നാണോ? വരണമെന്നല്ലെന്ന് ആരാ പറഞ്ഞിരുന്നു? ആരാ അതിനെ വ്യാഖ്യാനിച്ചത്? വരണമല്ല, വരേണ്ടതില്ല, അങ്ങനെ വരാൻ പാടില്ല എന്ന് വ്യാഖ്യാനിക്കുന്നത് ആരാ? ആ സന്ദർഭത്തെ, ആ കോണ്ടെക്സ്റ്റിനെ കൃത്യമായി പഠിച്ച് ആ കോണ്ടെക്സ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം, മറിച്ച് വന്നാൽ തക്ക ശിക്ഷ നൽകപ്പെടുമെന്നാണെന്ന് വ്യാഖ്യാനിക്കേണ്ടത് ആ ക്ലാസ് റൂമിലിരുന്നവരാണ്. അതുകൊണ്ടാണ് ഇതൊരു കോണ്ടെക്സ്റ്റൽ സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ മെക്കാനിസത്തിൻ്റെ ഭാഗമാണ്. കോണ്ടെക്സ്റ്റ് സ്റ്റഡി ഇല്ലാതെ പോകുന്ന ഒന്നും, ഖുർആനെ നേരിട്ട് വായിക്കാമെന്ന് പറയുന്നവർക്ക് കോണ്ടെക്സ്റ്റ് സ്റ്റഡിയെക്കുറിച്ച് അറിയില്ല എന്നർത്ഥം. ഖുർആനെ നേരെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നവർക്ക് അറബി വ്യാകരണം പോലും അറിയാതിരിക്കെ അത് പറ്റും എന്ന് പറയുന്നവർക്ക് ഈ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് പറയാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ എന്ന് പറയുന്ന റസൂൽ എന്ന അധ്യാപകൻ്റെ ക്ലാസ് റൂമിൽ ഇരുന്നവരിൽ നിന്ന് പഠിച്ചിട്ട് മാത്രമാണ്. പിന്നെ അത് പിന്നെയും സംശോധന ചെയ്യേണ്ട ഒരു സമയം വന്നപ്പോൾ അതിനെ അങ്ങനെ സംശോധന ചെയ്തു. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ന് ശിഹാബ് തങ്ങളെക്കുറിച്ച് പറയാൻ, ഒരുപക്ഷെ ശിഹാബ് തങ്ങളെ കണ്ടവർക്ക് ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ ജീവിതത്തിൻ്റെ പുസ്തകം വായിക്കേണ്ട ഒരാവശ്യമില്ല. പുസ്തകം വായിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? ശിഹാബ് തങ്ങൾ വഫാത്തായതിന് ശേഷം അല്ലേ? ശിഹാബ് തങ്ങൾ വഫാത്തായാൽ പിന്നെ ശിഹാബ് തങ്ങളെ വളരെ സയൻറ്റിഫിക്കായിട്ട് വിശകലനം ചെയ്യണം. അപ്പോൾ ആരാണ് ശിഹാബ് തങ്ങൾ? എന്താണ് ശിഹാബ് തങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരു ദർശനം? ഏത് രീതിയിലാണ് അത് വ്യത്യസ്തമായി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത്? ഈ ചോദ്യം സ്വാഭാവികമായിട്ട് വരുമ്പോഴാണ് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കൃത്യമായൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിഹാബ് തങ്ങളെക്കുറിച്ച് നമ്മളൊരു പുസ്തകം എഴുതും. അതുപോലെയാണ് അഷ്റഫുൽ ഖൽക്കിന് ശേഷം സ്വഹാബത്ത് അഷ്റഫുൽ ഖൽക്കിനെ കണ്ടവരാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നെ പുസ്തകത്തിലൂടെ വായിക്കേണ്ടി വരുന്നില്ല. പിന്നെ പുസ്തകം വേണ്ടി വരുന്നത് എപ്പോഴാണ്? സ്വഹാബത്തിനു ശേഷവും പിന്നെയും ഈ തലമുറ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. സ്വാഭാവികമാണ്, നിങ്ങൾ ഇവിടെ വെച്ച ഒരു ഉസ്താദിൽ നിന്നോ അല്ലെങ്കിൽ എപ്പോൾ എൻ്റെ പ്രസംഗമോ കേട്ടിട്ട് ഈ റെക്കോർഡിങ്ങും സംവിധാനവും ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞാൻ പറഞ്ഞതിൻ്റെ 80% 50% പോലും വളരെ കൂർമ്മബുദ്ധിയോടെ ശ്രദ്ധിച്ചു കേട്ടവർക്ക് പോലും തിരിച്ചു പറയാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ആ 50%-ൻ്റെ താഴെയുള്ളവരുണ്ടാവും. നീ 50% എങ്ങാനും നിങ്ങൾ കൊണ്ടുപോയി മറ്റൊരാൾക്ക് കൊടുത്താലോ ആ 50 പിന്നെയും താഴോട്ട് പോകും. പിന്നെ വേറൊരു ടീം ആ 50-ൻ്റെ ഈ ഏറ്റെടുക്കപ്പെട്ടവരുടെ അടുക്കൽ നിന്ന് പിന്നെയും കിട്ടിയാലോ അതിൻ്റെയും താഴോട്ട് പോകും. സ്വാഭാവികമാണ്, നമ്മൾ പറയാറുണ്ട് മുഹൂർത്തം എന്നാണ് എഴുതാൻ പറഞ്ഞത്, പക്ഷേ എഴുതി മൂത്ര എന്ന് പറയാറുണ്ട്. അതുപോലെയാണ് സംഭവങ്ങൾ. അത് എഴുതി മൂത്രാവും എന്ന് പറഞ്ഞതുപോലെയാണ് സംഭവം. അതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് സ്വഹാബത്തിൽ നിന്ന് പിന്നെ താബികളിലേക്ക് എത്തുമ്പോഴേക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകളുടെ ഒരു വലിയ അഭിപ്രായ ഭിന്നത രൂപീകരിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ഇസ്ലാമിക വിജ്ഞാനീയങ്ങളെ കാണേണ്ടതും സമീപിക്കേണ്ടതും എന്നതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായ അതിനെ ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് സ്കൂളുകൾ അഥവാ മദ്ഹബുകൾ സ്ഥാപിതമാകുന്നത്. മദ്ഹബുകൾ വളരെ യുക്തിഭദ്രമാണ്. ആ മദ്ഹബുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ മുസ്ലിം ലോകം അതിനെ കൈകാര്യം ചെയ്തത്. ഇതിന് ഭിന്നമായിട്ടുള്ള ചിന്തകൾ കേരളത്തിലും വന്നു. അതാണ് നമ്മളെല്ലാവരും പറയുന്നത് പോലെ 1921 ഖിലാഫത്ത് പ്രക്ഷോഭത്തിൻ്റെ, പ്രത്യേകിച്ചും കേരളം എന്ന് പറയുന്ന ഈ നാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങൾ, ഇതേ പാരമ്പര്യ മുസ്ലിങ്ങൾ, മറ്റാരുമല്ല, ഈ പാരമ്പര്യ മുസ്ലിങ്ങളാണ് അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ എല്ലാ കാലത്തെയും നേതാക്കളായി മാറിയത്. കാരണം ഈ പാരമ്പര്യ മുസ്ലിങ്ങളിൽ നിന്നാണ് മുഹിയുദ്ദീൻ മാല വന്നത്. മുഹിയുദ്ദീൻ മാല എഴുതുന്നത് ഒരു പാരമ്പര്യ മുസ്ലിമാണ്. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെക്കുറിച്ച് എഴുതുന്നു. അതേ മുഹിയുദ്ദീൻ മാല എഴുതിയ അതേ മനുഷ്യൻ്റെ കൈകൊണ്ട് തന്നെയാണ് അന്നത്തെ കാലത്ത് സാമൂതിരി രാജാവിൻ്റെ
പ്രഗത്ഭരായ നാവിക പടത്തലവന്മാരും പിന്നെ നായർ പടയാളികളും കൂടി അന്ന് ചാലിയം കോട്ട പിടിച്ചടക്കിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയുമ്പോൾ ഫത്ഹുൽ മുബീൻ എന്ന കിതാബ് എഴുതുന്നത്. ദ ഗ്രേറ്റ് ട്രയംഫ് എന്ന് പറയാൻ പറ്റുന്ന കിതാബ്, അതായത് ജയിച്ചു എന്ന് പറയാൻ ഒരു കിതാബ് എഴുതാൻ, ഒരു പുസ്തകം എഴുതാൻ, ആ പുസ്തകം എഴുതിയതും പാരമ്പര്യ മുസ്ലിമാണ്, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഖാലി മുഹമ്മദ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തന്നെയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, അങ്ങനെ ആ പാരമ്പര്യത്തിൻ്റെ എല്ലാ വഴിയും നമ്മൾ അങ്ങനെ നേരത്തെ തന്നെ കടന്നു പോകുന്നവരാണ്. മുസ്ലിം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് മഹാന്മാരായ മഖ്ദൂമീങ്ങളിലൂടെ ആ പാരമ്പര്യത്തിൻ്റെ ആ വഴികൾ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അവിടെയും നമ്മൾ കണ്ടതെന്താ? ആ പാരമ്പര്യത്തിലെല്ലാം ഉണ്ട് അവിടെ. നമ്മൾ ഇന്ന് മൗലൂദ് ചൊല്ലുമ്പോൾ മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ ഓർക്കണം. ഇർതകബതു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ ബഅദ ലകാഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഞാൻ തെറ്റു ചെയ്തു നബിയെ എന്ന് പറയാൻ, അങ്ങനെ പറയാൻ പറ്റൂല എന്നൊക്കെയുള്ള ചർച്ചകളെ വളരെ കൃത്യമായ ആ ഒറ്റ വാക്കിൽ മഹാനായ ഷെയ്ഖ് റളിയല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചു തരാൻ, പറ്റും എന്ന് പറഞ്ഞു തരാൻ. മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ. അത് തഫ്സീറുകളിലൊക്കെ കാണാൻ കഴിയുന്ന ഒന്നാണ്. ഇബ്നു കസീറും അതുപോലെ തന്നെ ഖുർത്തുബിയും എല്ലാം രേഖപ്പെടുത്തിയ 2 സംഭവങ്ങളിൽ ഒന്നാണ്. അലി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ടല്ലോ, ഖദിമ അലൈന അറാബിയുൻ ബഅദമാ ദഫന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസലാസതി അയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറടക്കം കഴിഞ്ഞതിൻ്റെ 3-ാമത്തെ ദിവസമേ ആയിട്ടുള്ളൂ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ഖബറിൻ്റെ മുമ്പിലേക്ക് ഒരാൾ വന്നു. അയാൾക്ക് വല്ലാത്ത ദുഃഖത്തിൻ്റെ, കഥനത്തിൻ്റെ, വല്ലാത്ത സങ്കടത്തിൻ്റെ ആ ഭാരം അത് അനുഭവിക്കുമ്പോൾ അദ്ദേഹം അതിനെ അസഹ്യമായ പിടച്ചിലോടുകൂടെ അസ്രഫുൽ ഖൽക്കിൻ്റെ ഖബറിലെ മണ്ണെടുത്ത് തലയിലേക്ക് എറിയാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാനിവിടെ വന്നത് ഒറ്റ കാര്യത്തിനാണ്, അങ്ങയോട് പരാതി പറയാനാണ്. ലലംതു നഫ്സി യാ റസൂലല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ എൻ്റെ ആത്മാവിനോട് തെറ്റ് ചെയ്തിരിക്കുന്നു. അത് പറയാൻ എന്താണ് എൻ്റെ യോഗ്യത എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമാണ്. അങ്ങ് ജീവിക്കുന്ന കാലത്ത് പരിശുദ്ധ ഖുർആൻ അങ്ങക്ക് അവതരിപ്പിച്ചു തരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശുദ്ധമായ ആയത്തുണ്ട്. അതിതാണ്, വലൗ അന്നഹും യല്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അവർ തെറ്റു ചെയ്തതിന് ആത്മാവിനോട് അക്രമം കാണിച്ചിട്ട് അവരെങ്ങാനും നബിയെ അങ്ങയുടെ അടുക്കൽ വന്നാൽ, എന്നിട്ട് അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്താൽ, അവിടെയാണ് വളരെ പ്രധാനമായി കാണുന്നത്. എന്തിനാ ഒരു മധ്യസ്ഥൻ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്തിനായിരുന്നു ഇവിടെയും ഒരു മധ്യസ്ഥൻ? എന്തിനാണ് അങ്ങനെ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യം? അവിടെ നേരിട്ട് ചോദിക്കാൻ പാടില്ലേ? തൗബ ചെയ്യാലോ. ഒരു അടിമയും അവൻ്റെ കഥനത്തിൻ്റെ മനസ്സുരുക്കത്തോടെ അവൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ മുമ്പിൽ കൈ ഉയർത്തിയിട്ട് തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ അതേ സൂറത്തു നിസായി തന്നെയല്ലേ നമ്മൾ ഈ ആയത്തും കാണുന്നത്? അതിലല്ലേ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂലിനെ മധ്യസ്ഥനാക്കിയത്? റസൂൽ എന്ന് പറയുന്നത് പോലെ ഇമാം റാസി പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അവിടെ വസ്തഗ്ഫറ ലഹുമുൻ നബിയ്യു എന്ന് പറയാമായിരുന്നില്ലേ എന്ന് പോലും ചർച്ച ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? റസൂൽ മധ്യസ്ഥനാണ്, നേർക്കുനേരെ മധ്യസ്ഥനാണ്. റിസാലത്ത് മധ്യസ്ഥതയുടെ ഒരു പ്രവാഹമാണ്. അവിടെ ആ റിസാലത്തിനെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് റസൂൽ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്. ആ റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹുവിനെ അവർക്ക് കാണാൻ സാധിക്കും. ധാരാളം തൗബ സ്വീകരിച്ചവനും കരുണാവാനുമായിട്ട് അള്ളാഹുവിനെ കാണാനാകും എന്ന ആയത്താണ് നബിയെ എന്നെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുമ്പോൾ, ഖദ് ഗുഫിറ ലക, നിനക്ക് മാപ്പ് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. 2 തഫ്സീറുകളിൽ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളായി ഇതൊന്ന്. മറ്റൊന്ന് ഒരു അറാബി പിന്നൊരു സമയത്ത്, അതും കുറച്ചുകൂടി കാലം കഴിഞ്ഞതിന് ശേഷം, ഒന്ന് റസൂലുള്ളാഹിയുടെ വഫാത്തിൻ്റെ തൊട്ടുടനെ, മറ്റൊരാൾ ഏകദേശം ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത്, അതായത് ഇമാം ഷാഫി തങ്ങളുടെ തന്നെ ഗുരുവര്യനായിരുന്ന ഇമാം അത്തബി തങ്ങൾ പരിശുദ്ധമായ റൗദത്തു ഷരീഫയുടെ ഒരു ചാരത്തിരുന്ന് ഉറങ്ങുന്ന നേരത്ത്, ആ സമയത്താണ് ഒരാൾ വന്നിട്ട് ഇങ്ങനെ തന്നെ പാടി, യാ ഖൈറ മൻ ദുഫിനത്ത് ബിൽഖാഇ അഅ്ലമുഹു ഫതാബ മിൻ തിബിഹിന്നൽ ഖാഉ വല്ലകമു നഫ്സി ഫിദാഉ ലിഖബരിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു അന്തൻ നബിയുല്ലദീ തുർജാ ശഫാഅതുഹു അലസ്സിറാത്തി ഇദാ മാ സല്ലത്തിൽ ഖദമു വസാഹിബാക ഫലാ അൻസാഹുമാ അബദാ മിന്നിസ്സലാമു അലൈക്കും മാ ജറൽ ഖലമു. ഇതൊരു മനോഹരമാണ് ആ ഗീതം. ഈ മദീനയിലെ കൊച്ചു കുന്നുകൾ ഉൾപ്പെടെ
ഈ കൊച്ചു കൊച്ചു കുന്നുകൾ ഉൾപ്പെടെ ഈ പരിസരം മുഴുക്കെ സുഗന്ധപൂരിതമായി നിൽക്കുന്നതിൻ്റെ കാരണമായിട്ടുള്ള ഏതൊരു ശരീരമാണോ ഈ ഖബറിലുള്ളത്, യാ ഖൈറ മൻ ദുഫിനത്, അങ്ങനെ അടക്കപ്പെട്ട പരിശുദ്ധ ശരീരമായ പരിശുദ്ധ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ ഖബറിലേക്കാണ് എൻ്റെ ജീവന്റെ ദണ്ഡം. അവിടെയാണ് ഉദാരതയുടെയും സംസ്കൃതിയുടെയും പ്രഭവ കേന്ദ്രം. അന്തൻ നബിയുല്ലദീ തുർജാ ശഫാഅത്തുഹു, അങ്ങു തന്നെയാണ് നബിയെ നാളെ ശഫാഅത്തിന്റെ പ്രതീക്ഷിക്കപ്പെടുന്നയാൾ. എൻ്റെ കാലുകൾ വഴുതുന്ന നേരത്തിൻ്റെ കൈ പിടിക്കാൻ വരേണ്ടയാൾ. അന്തൻ നബിയുല്ലദീ തുർജാ ശഫാഅത്തുഹു അലസ്സിറാത്തി ഇദാ മാ സല്ലത്തിൽ ഖദമു, കാലു വഴുതുമ്പോൾ എൻ്റെ കൈ പിടിക്കാൻ വരേണ്ടയാൾ. വസാഹിബാക ഫലാ അൻസാഹുമാ അബദ, അങ്ങയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങയുടെ പ്രിയപ്പെട്ട സിദ്ദീഖിനെ റളിയല്ലാഹു അൻഹു, അങ്ങയുടെ പ്രിയപ്പെട്ട ഫാറൂഖിനെ റളിയല്ലാഹു അൻഹു മറക്കുന്നില്ല നബിയെ പ്രപഞ്ചം നിലനിൽക്കുവോളം എന്ന് പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആ കാവ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രണയപ്രപഞ്ചത്തിൽ സമർപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ മഹാനായ ഇമാം അത്തബിക്ക് മുമ്പിൽ റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, അത്തബി ഇൽഹഖ് ഹാദൽ അറാബിയ, ആ അറാബിയുടെ അടുക്കലേക്ക് ചെല്ലൂ, എന്നിട്ട് അയാളോട് പറ അയാൾക്കുള്ള സകല പാപങ്ങളും പൊറുക്കപ്പെട്ടു എന്ന് പറയാന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇതൊക്കെ കൂടി ഇങ്ങനെ പറയാൻ കാരണം ഇതൊക്കെ നമ്മൾ ആശയപരമായും അറിയേണ്ട ചില സംഗതികൾ എന്ന അർത്ഥത്തിലാണ്. ചില കാര്യങ്ങളെ നമ്മൾ അങ്ങനെ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന അർത്ഥത്തിൽ കൂടിയാണ്. കാരണം ഇതൊക്കെ വല്ലാതെ നമ്മുടെ ഇടയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ചിലതാണ്. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിയേക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന്. പരിശുദ്ധ ഖുർആനിലെ പറഞ്ഞു, യാ അയ്യുഹൽ മല അയ്യുക്കും യഅ്തീനി ബി അർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. ഞാൻ ആയത്ത് പലപ്പോഴും ഉദ്ധരിക്കാറുണ്ട്. ആ ആയത്ത് മതിയാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ മറുപടിയാണ്. കൂട്ടരെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം അവരിവിടേക്ക് മുസ്ലിങ്ങളായി എത്തുന്നതിന് മുമ്പ് കൊണ്ടുവരാൻ പ്രാപ്തിയുള്ളത്? ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി അനാ ആതിക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക് വ ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. ഫിലിങ്ങളില്ലേ അല്ലേ? ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി അനാ ആതിക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഞാനത് കൊണ്ടുവരാം. ഞാനതിന് വ ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, ഞാനതിന് പ്രാപ്തനാണ്, ശക്തനാണ്, വിശ്വസ്തനാണ്, പ്രാപ്തനും വിശ്വസ്തനുമാണ്. അത് പറയുമ്പോഴാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ മറ്റൊരാൾ എണീറ്റു. ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, വേദജ്ഞാനിയായ ഒരാൾ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, അന ആതീക്, ഞാൻ കൊണ്ടുവരാം. അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്, അങ്ങയുടെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാം. അങ്ങനെ പറയാൻ പറ്റുമെന്ന് നമ്മൾ ചോദിക്കണ്ടേ? കാരണം പലസ്തീനിലെ ഒരു പ്രദേശത്ത് നിന്ന് ബൽഖീസ് രാജ്ഞിയുടെ യമനിലെ കൊട്ടാരം അങ്ങ് കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? ജീവിച്ചിരിക്കുമ്പോൾ പറയാൻ പറ്റുമോ? പിന്നല്ലേ മരിച്ച കാര്യം. ജീവിച്ചിരിക്കുമ്പോൾ പറയാൻ പറ്റുമോ? അന ആതീക ബിഹി, ഞാൻ കൊണ്ടുവരാം. അങ്ങനെ തന്നെയല്ലേ അതിൻ്റെ അർത്ഥം? ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക, കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാം. യർതദ്ദ ഇലൈക തർഫുക, കണ്ണ് ഇങ്ങനെ മടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ തർഫ് ഇങ്ങനെ പിന്നെ ഇങ്ങോട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടഞ്ഞു പോയിട്ടുള്ള ഈ ഇമ ഒന്ന് തുറന്നു വെക്കാനുള്ള നേരം മതിയാകും എന്നർത്ഥം. അതിനു മുമ്പേ നർത്ഥം. അങ്ങനെ പറഞ്ഞ ഒരാളെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദ്യം ചെയ്യണ്ടേ? മനുഷ്യ സാധ്യമല്ലാത്ത, ഒരിക്കലും പ്രയോഗപ്രാപ്തിയില്ലാത്ത ഒരു കാര്യം നിനക്കെങ്ങനെ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ സാധിച്ചു എന്ന് ചോദിക്കണ്ടേ? അവിടെ ഞാൻ അള്ളാഹുവിനോട് ദ്വാരക്കാന്നാ പറഞ്ഞെങ്കിൽ പിന്നെയും കൂടി ആ സംശയം മാറിക്കിട്ടുമായിരുന്നു. പക്ഷെ എനിക്ക് സംശയം അതല്ല, അന ആത്തിക്കാന്നാ പറഞ്ഞത്, ഞാൻ കൊണ്ടുവരാനാണ്. ഞാൻ കൊണ്ടുവരുമ്പോൾ ആ ഞാൻ ആരാണ്? ആ ഞാൻ? ആ സംഭവത്തെക്കുറിച്ച് ഇമാം റാസി റഹ്മത്തുള്ളാഹി തങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകല്ല. ആരാണ് ആ ഞാൻ? അലി ഇബ്നു അബി താലിബ് തങ്ങളെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെയും പ്രാപ്തിയുടെയും അപ്പുറത്ത് നിന്ന് റളിയല്ലാഹു അൻഹു ഖൈബറിലെ യുദ്ധവേളയിൽ അവിടെയുള്ള കോട്ടയുടെ ഒരു വലിയ വാതിലിങ്ങനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് പരിചയമാക്കി ഉപയോഗിക്കുമ്പോൾ ആരാണ് ഞാൻ എന്നാണ് മഹാനായ ഇമാം റാസി തങ്ങളുടെ ചോദ്യം. ആ ഞാൻ
ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും പരിധികളിലേക്കും അപ്പുറത്തേക്കും യാത്ര ചെയ്ത ആളല്ലേ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ കാലത്തെയും ദേശത്തെയും ലംഘിച്ചില്ലേ? ഞാൻ എന്ന് പറയാൻ സാധിക്കുന്ന വിധത്തിൽ ഉറച്ചു നിന്നില്ലേ? നിങ്ങളതിൻ്റെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു പരിസരം നോക്കണം. ആ ഫിലോസഫിക്കലായ പരിസരം നോക്കിയാൽ അത്ഭുതം തോന്നും. നമ്മളിങ്ങനെ കുറേ തർക്കം, കുറേ വർത്താനമൊക്കെ പറയണില്ലേ, അതൊന്നും വേണ്ടാന്ന് തോന്നും. ഈ ആയത്ത് മാത്രം മതി എന്ന് തോന്നും. എന്തുകൊണ്ടാണ്? ആരാണ് ഞാൻ കാലത്തെ ജയിച്ചില്ലേ? ഞാൻ സ്ഥലത്തെ ജയിച്ചില്ലേ? സ്ഥലം കാലം എന്ന് പറയുന്ന സാമാന്യ മനുഷ്യന്റെ പരിധിയെ ജയിച്ചില്ലേ? അതുകൊണ്ടാണല്ലോ ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദ, തൊട്ടടുത്തായി അത് കണ്ടപ്പോൾ ഹാദാ മിൻ ഫദ്ലി റബ്ബീന്ന് സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ ചോദിക്കാമായിരുന്നു, അങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ പാടുണ്ടോ? നീ കൊണ്ടുവരാമെന്നോ? പാടില്ലാത്ത വർത്താനം പറയാൻ പാടുണ്ടോ? ഇനി പോട്ടെ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ചോദിച്ചോ പറഞ്ഞോ എന്നുള്ളതൊക്കെ നമ്മൾ അറിയിക്കേണ്ട കാര്യമുണ്ടോ? പടച്ചവന്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ പറയാൻ കെൽപ്പുള്ളവന് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ കെൽപ്പുള്ളാലും മരിച്ചാലും അയാളോടും അങ്ങനെ ഒരു വാക്ക് പറയുന്നത് കൊണ്ട് എന്താ കുഴപ്പം? കാരണം അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാളുടെ ശരീരമാണ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിരുന്നുവെങ്കിൽ ആ ശരീരം പരിമിതമായിരുന്നു എന്ന് നമുക്ക് പറയാനാവും. കാരണം ശരീരത്തിൻ്റെ കൈക്കോ കാലിനോ അതിനേക്കാൾ അപ്പുറത്തേക്ക് നീളാൻ പറ്റുമോ? അപ്പോൾ അതല്ലാത്ത മറ്റൊന്നാണ് അവിടെ നടന്നതെങ്കിൽ, കാര്യകാരണങ്ങളുടെ ആ ബന്ധങ്ങളില്ലെങ്കിൽ മരണാനന്തരവും ആ കാര്യകാരണങ്ങളുടെ ബന്ധമില്ലാതെ ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ ആത്മാവിനെ സമീപിക്കാൻ സാധിക്കും എന്നുകൂടി നമ്മളവിടെ പഠിക്കണം. അതുകൊണ്ടാണ് അഊദു ബി കലിമാത്തില്ലാഹി താമ്മ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയെ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അങ്ങനെ മന്ത്രിച്ചു കൊടുത്തു എന്ന് ഇമാം റാസി തങ്ങൾ പറയുന്നുണ്ട്. ആ മന്ത്രം തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ രണ്ടുപേർക്കും മന്ത്രിച്ചു കൊടുത്തതായും പറയുന്നത്. അവിടെ മഹാനായ ഇമാം റാസി റഹ്മഹുല്ലാ തങ്ങൾ പറയുന്നുണ്ട്, ഈ കലിമത്തുള്ള എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അർത്ഥം റൂഹുല്ല എന്നാണ്. അപ്പോൾ കലിമാത്തുല്ലാഹി എന്ന് പറഞ്ഞാൽ അൽ അർവാഹുൽ മുഖദ്ദസ എന്നാണ്. അതായത് അർവാഹുല്ല എന്നാണ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ആത്മാക്കൾ എന്നാണ്. എന്നിട്ട് മഹാനവകൾ പറയുന്നുണ്ട്, ഇസ്തിആദത്തും മിനൽ അർവാഹിൽ ബശരിയ, മനുഷ്യാത്മാക്കളുടെ ഒരു കാവൽത്തേട്ടാണ്. ബിൽ അർവാഹിൽ മുഖദ്ദസത്തിൽ ആലിയ, അത്യുന്നതരായിട്ടുള്ള ചില ആത്മാക്കളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ ചോദ്യം. എന്തിൽ നിന്നാണ് രക്ഷപ്പെടാനുള്ളത്? മിനൽ അർവാഹി ശൈത്താനിയ അൽ കദിറ അൽ ദുൽമാനിയ, ഇരുട്ടുപിടിച്ച മോശമായിട്ടുള്ള പൈശാചികമായ ആത്മാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. ആ തേട്ടം ചോദിക്കുന്നത് ആരാ? മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഏത് ഇബ്രാഹിമാണ് അലൈഹിസ്സലാം? ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിൻ്റെ അഗ്നികുണ്ഡത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന്. ലാ ഇലൈക്ക് എന്ന് പറഞ്ഞാൽ പോ എന്നാണ് എൻ്റെ അർത്ഥം. ലാ ഇലൈക്ക്. അപ്പോഴാണ് എന്നാ ദ്വാരക്കോന്ന് ചോദിച്ചപ്പോഴും ഞാനിവിടം ഈ അഗ്നിയിലങ്ങ് വെന്തു തീരണമെന്ന് റബ്ബിൻ്റെ തീരുമാനമെങ്കിൽ അത് നടക്കണം. അങ്ങനെ പറയുന്ന അജയ്യമായ ഒരു തൗഹീദിനെ, തവക്കുലിനെ ഉൾക്കൊണ്ട മഹാൻ തന്നെയാണ് ഈ പ്രാർത്ഥനയും പഠിപ്പിച്ചു തന്നത്. രണ്ടും കൃത്യമായ അർത്ഥത്തിലുള്ള ചില പ്രത്യേകമായ സന്ദർഭങ്ങളെ രണ്ടും പ്രതിനിധീകരിക്കുന്നു എന്നാണ് ഇമാം റാസി തങ്ങളുടെ ചർച്ചയിൽ. ഞാൻ പറയാൻ കാരണം, ഈ പറയപ്പെടുന്നൊരു വൈജ്ഞാനിക ശാഖയുടെ പാരമ്പര്യത്തെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്ക് തന്നത്. അത് കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതോ ആ അർത്ഥത്തിൽ മഹാന്മാരായ സയ്യിദുമാരും ആലിമീങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് അവരുടെ ഒരു വലിയ പ്രവർത്തനം. അവിടെ സയ്യിദും ആലിമും അതുപോലെ തന്നെ ഉമറാക്കളും എല്ലാവരും ഉണ്ടായി. മഹാനായ കണ്ണീത്ത് ഉസ്താദ് റഹിമഹുല്ല 26-ാം വയസ്സിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒന്നാമത്തെ മുഷാവറമ്പറാണ്. എന്നാൽ ആ സ്ഥാപന കാലഘട്ടത്തിൽ മഹാനുകൾ 26 വയസ്സുള്ള സമയത്ത് അന്നത്തെ കാലത്ത് തന്നെ ഒന്നാമത് മുഷാവറമ്പറാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ണീത്ത് ഉസ്താദാണ് സ്ഥാപിത കാലം മുതൽ പിന്നീട് 96 വരെയുള്ള കാലത്തെ നീണ്ട കാലങ്ങളുടെ മുഷാവറ മെമ്പർ തന്നെയും മഹാനായ കണ്ണീത്ത് ഉസ്താദാണ്. നബർ അല്ലാഹു മുർഖദ. അതുപോലെ തന്നെ ആ പാരമ്പര്യത്തിൻ്റെ വഴിയെ ഇങ്ങനെ പോന്നപ്പോൾ നമ്മളിവിടെ അവിടെ കാണേണ്ട കാര്യം, മഹാനായ പാങ്ങിൽ ഉസ്താദിനെ പോലെയുള്ള വലിയ മനുഷ്യന്മാർ. ശരിക്കും പറഞ്ഞാൽ പാങ്ങിൽ ഉസ്താദിൽ നിന്നാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയെ മനസ്സിലാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് പക്ഷേ പാങ്ങിൽ ഉസ്താദ് എഴുതി, MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ എഴുതിയിട്ടും പക്ഷേ സമൂഹം എന്തുകൊണ്ട് അത് ഏറ്റെടുത്തില്ല? അവിടെയാണ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്ന് പിന്നെ പാങ്ങിൽ വലിയ ജ്ഞാനപർവ്വതല്ലേ, ജ്ഞാനപർവ്വതമാണ്.
വലിയ വൈജ്ഞാനിക പർവ്വതാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. വലിയ ബുദ്ധികേന്ദ്രം, വലിയ എഴുത്തുകാരൻ, വലിയ പ്രഭാഷകൻ, വലിയ വൈജ്ഞാനിക തപസ്യയുണ്ടായിരുന്ന മഹാപണ്ഡിതൻ. എന്നിട്ടും അത് ആ പറയുന്ന കാര്യം തൻ്റെ ഒരു ചിന്തയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളൊരു മാധ്യമം എന്ന പോലെ ഏൽപ്പിച്ചു കൊടുത്തത് ആരെയാ? മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ. ബാഫക്കി തങ്ങളോ ഈ പറയുന്ന പാണ്ഡിത്യത്തിൻ്റെ വഴിയിലേക്കൊന്നും ബാഫക്കി തങ്ങളെ നമ്മൾ കാണൂല. ബാഫക്കി തങ്ങൾ വലിയ പണ്ഡിതനല്ല. ബാഫക്കി തങ്ങൾ ഔദ്യോഗിക വിദ്യാഭ്യാസം നേടിയ ഒരാളല്ല. അത് ചിലപ്പോഴൊക്കെ ചിലർക്ക് വലിയ കുറവാണെന്നൊന്നുമല്ല, അതും തന്നെ ഒരു മികവായി കാണാൻ പറ്റും. അങ്ങനെയാണല്ലോ, ചിലത് മികവാണ്. കാരണം ഔദ്യോഗിക വിദ്യാഭ്യാസം നേടാത്തയാളാണ് കേരളത്തിൻ്റെ ഏറ്റവും നല്ല പ്രഗത്ഭനായ മുഖ്യമന്ത്രിയെ ഡൽഹിയിൽ നിന്ന് വിളിപ്പിച്ചിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയത്. അതായത് ചേലാട്ട് അച്യുതൻ മേനോൻ എന്ന് പറയുന്ന സി അച്യുതൻ മേനോനെ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു സമയത്തെയും മുറ്റത്ത് ഒരിക്കലും നിന്നിട്ടില്ലാത്ത, ഡൽഹിയിൽ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവുമായി നടന്നിരുന്ന ഒരാളെ അദ്ദേഹത്തിൻ്റെ ആ അർത്ഥത്തിലുള്ള ഭരണ മികവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് കേരളത്തിൽ കൊണ്ടുവന്ന് 11 കൊല്ലക്കാലം, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ 11 കൊല്ലക്കാലം സി അച്യുത മേനോൻ, ചേലാട്ട് അച്യുത മേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നു എന്ന കാലത്തെ ആരാ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അതിൻ്റെ സൃഷ്ടാവ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്. ആ ബാഫക്കി തങ്ങൾ തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 1945 കാര്യവട്ടത്തെ സമ്മേളനത്തിൽ വെച്ച് മുസ്ലിം ഉമ്മത്തിനോടും പണ്ഡിത നേതൃത്വത്തോടും ഉമറാക്കളോടുമായി നമുക്ക് മദ്രസ വേണമെന്ന് പറയുമ്പോൾ ആ മദ്രസ വേണമെന്ന വാക്കിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കിയ കെ പി ഉസ്മാൻ സാഹിബിനെ പോലെയുള്ള നേതാക്കൾ അത് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഗ്രാമാന്തരങ്ങളിലും നഗരഹൃദയങ്ങളിലേക്കും ഗ്രാമചത്വരങ്ങളിലേക്കുമൊക്കെ ഈ സമുദായത്തിൻ്റെ നേതാക്കൾ ഈ സന്ദേശവുമായി ചെല്ലുമ്പോൾ ബാഫക്കി തങ്ങളുടെ സന്ദേശത്തെ അതേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരു ജനതയെ ഇന്ന് കാണുന്ന വിധത്തിലുള്ള മദ്രസ വിപ്ലവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ആ വാക്കിൻ്റെ വലിപ്പത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കേവലം 39 മറ്റോ വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനായ പണ്ഡിതനല്ലാതിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ വാക്കാണ്. നമ്മൾ പലപ്പോഴൊക്കെ പണ്ഡിതന്മാർ എന്ന രീതിയിൽ മാത്രമാണ് കാര്യങ്ങൾ പോകേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ പാരമ്പര്യത്തിൽ പണ്ഡിതനും അതോടൊപ്പം തന്നെ സയ്യിദും ചേർന്നു നിന്നു. മഹാനായ ബാഫക്കി തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറയിലുണ്ടായി. മുഷാവറയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചു എന്ന് പറഞ്ഞാൽ പ്രസിഡൻ്റായി എന്നല്ല. മുഷാവറ കൂടുമ്പോൾ അതിൻ്റെ അധ്യക്ഷനാകാൻ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ പണ്ഡിതന്മാർ നിർബന്ധിച്ചു. തങ്ങളതിലിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ പ്രവർത്തന മികവിൻ്റെ അടയാളമായി നിൽക്കുന്ന വിദ്യാഭ്യാസ ബോർഡിൻ്റെ ആദ്യത്തെ ട്രഷറർ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്. ബാഫക്കി തങ്ങൾ ഒരു അത്ഭുതമാണ്. ബാഫക്കി തങ്ങൾ ഒരു വലിയ പാരമ്പര്യമാണ്. കാരണം ബാഫക്കി തങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഒരു അത്ഭുതകരമായ ഒരു മേൽവിലാസം ഈ സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. ബാഫക്കി തങ്ങളാണ് പട്ടിക്കാട് ജാമിഅ നൂരിയക്ക് വേണ്ടി പണിയെടുത്തത്. അവിടെ മഹാനായ പൂക്കോയ തങ്ങളുണ്ടായിരുന്നു, ബാഫക്കി തങ്ങളുണ്ടായിരുന്നു, മഹാനായ ഷംസുൽ ഉലമ ഉണ്ടായിരുന്നു, കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായിരുന്നു, ഖുത്ബി ഉസ്താദ് ഉണ്ടായിരുന്നു, ഒരുപാട് വലിയ മഹാരഥന്മാർ. എന്നാലോ ചലിപ്പിച്ചത് മുഴുവൻ ബാഫക്കി തങ്ങളാണ്, നേരിട്ടത് മുഴുവനും ബാഫക്കി തങ്ങളാണ്. നെഞ്ചൂക്കോടെ നേരിടേണ്ടി വന്നു. അപ്പോൾ അന്നത്തെ കറാച്ചി ബാപ്പു ഹാജി എന്ന് പറയുന്ന അഭിനന്ദനായ ബാപ്പു ഹാജി തൻ്റെ സ്വത്ത് മുഴുവനും ഈ പരിശുദ്ധമായ സ്ഥാപനത്തിന് കൊടുക്കാമെന്ന് പറയുമ്പോൾ സഹോദരന്മാർ, പിന്നെ അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം അനന്തരമായി തങ്ങളിലേക്ക് വീതിക്കപ്പെടാവുന്ന ആ വലിയ സ്വത്ത് ബാഫക്കി തങ്ങൾ വഴി എങ്ങാനും തട്ടിയെടുക്കപ്പെടുന്നു എന്നുള്ള പേരിൽ ബാഫക്കി തങ്ങൾ ആക്രമിക്കാൻ വരുമ്പോഴും നെഞ്ചു വിരിച്ചു നിന്ന ഒരു മഹാനായ ഒരു വലിയ ജീവിതത്തിൻ്റെ പേരാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. ആ ബാഫക്കി തങ്ങൾ നമുക്കുണ്ടാക്കി തന്ന ആ വലിയ സംഭാവനകളെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. എന്നാൽ ബാഫക്കി തങ്ങൾ കൃത്യമായി തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ നേതൃരംഗത്തുണ്ടായിരുന്നു. അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി, ഒരു കാലത്ത് അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി, മലബാർ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനായി. ബാഫക്കി തങ്ങൾ വരുന്ന കാലം എന്ന് പറയുന്നത് പോലും അങ്ങനെയാണ്. ബാഫക്കി തങ്ങൾ പൊതുരംഗത്തേക്ക് വരുന്നത് പോലും അങ്ങനെയാണ്. കുറുമ്പനാട് എന്ന് പറയുന്ന പ്രദേശത്തെ അന്നത്തെ മദ്രാശി അസംബ്ലിയിലെ അന്നത്തെ ഒരു മത്സരം നടക്കാൻ പോവുകയാണ്. 937 എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഇതിനു വേണ്ടി ഒന്നും നോട്ട് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എൻ്റെ ഓർമ്മ മാത്രമാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. 937 എൻ്റെ ഓർമ്മ. ആ 37 അന്നത്തെ ആ വലിയ തെരഞ്ഞെടുപ്പിന് ഒരു ഭാഗത്ത് ബാഫക്കി തങ്ങളുടെ അളിയൻ പിന്നെ ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ നിൽക്കുന്നു, മറുഭാഗത്ത് മഹാനായ ബി പോക്കറ്റ് സാഹിബ് നിൽക്കുന്നു. ആരായി പോക്കറ്റ് സാഹിബ്? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ പോലും ഇന്ത്യയിലെ പ്രഗത്ഭരായ ഭരണഘടനാ വിദഗ്ധന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന വാക്കിൻ്റെ ഉടമയായിരുന്നു ബി പോക്കറ്റ് സാഹിബ്.
പോക്കർ സാഹിബ് മദ്രാസ് അസംബ്ലിയിൽ എഴുന്നേറ്റ് നിന്നാൽ അവിടെ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് സൃഷ്ടിക്കാൻ മാത്രം പ്രഗത്ഭനായിരുന്നു പോക്കർ സാഹിബ്. ആ പോക്കർ സാഹിബ് മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. സർവേന്ത്യ മുസ്ലിം ലീഗാണെന്ന്. അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ല, സർവേന്ത്യ മുസ്ലിം ലീഗാണ്. നിങ്ങളൊരു ചരിത്രപരമായ അർത്ഥങ്ങളും ചിലതൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വേർതിരിച്ച് പറയുന്നത്. അന്ന് സർവേന്ത്യ മുസ്ലിം ലീഗാണ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ആ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ പ്രഗത്ഭരായ നേതാക്കൾ സത്താർ സെട്ടു സാഹിബ്, ബി പോക്കർ സാഹിബ്, അതുപോലെ തന്നെ അന്ന് ചെറിയ കുട്ടിയായിരിക്കുന്ന MSFൻ്റെ പ്രവർത്തകനായിട്ടുള്ള അഭിനന്ദനായ CH മുഹമ്മദ് കോയ സാഹിബ്. പക്ഷേ MSFൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കൂടെയായിരുന്നു എന്ന് വെച്ചാൽ അതുകൊണ്ടൊന്നും തീരൂല. കാരണം 19 വയസ്സിൽ തന്നെ EMSനെതിരെ പ്രസംഗിക്കുകയും ചെയ്ത അത്ര വലിയ പ്രഗത്ഭനാണ് CH. ആ CH ഉൾപ്പെടെയുള്ള വലിയ ആളുകൾ, മുസ്ലിം ലീഗിൻ്റെ പ്രഗത്ഭരായ നേതാക്കൾ എല്ലാവരും കൂടി വലിയ അർത്ഥത്തിൽ ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു. മറുഭാഗത്ത് ഒരാൾ ബാഫക്കി തങ്ങൾ മാത്രം. പക്ഷെ ബാഫക്കി തങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥി ജയിച്ചു. ബാഫക്കി തങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥി ജയിച്ചപ്പോഴാണ് സിരി സാഹിബും പോക്കർ സാഹിബും സത്താർ സെട്ട് സാഹിബും ഒക്കെ കൂടിയിട്ടൊരു കാര്യം ആലോചിച്ചു. ആ ബാഫക്കി തങ്ങളെ നമ്മൾ ഈ സമുദായത്തിൻ്റെ നേതൃത്വം ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ആൾ, നിൻ്റെ സ്ഥാനം പോകുമെന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മളെന്നുള്ളതെങ്കിൽ അന്ന് ബാഫക്കി തങ്ങൾ നേതാവായാൽ സമുദായത്തിന് എന്തോ വലിയ ഉപകാരമാകും എന്ന് ചിന്തിച്ചു അവർ. അതുകൊണ്ടോ സമുദായ നേതൃത്വം ഏൽപ്പിച്ചു. അപ്പോൾ സമുദായ നേതൃത്വം ഏൽപ്പിക്കപ്പെട്ട ബാഫക്കി തങ്ങൾ പറഞ്ഞു, കുലീനവും പ്രൗഢവുമായ മലബാറിൻ്റെ ഈ മനസ്സുകളെ ഭരിച്ച ഒരു രാജകുമാരൻ ഇനിയും അവിടെ നിൽക്കുന്നുണ്ട്. ആ കുട്ടിയെയും കൂടി കൊണ്ടുവരണം. മഹാനായ പാണക്കാട് PMSA പുക്കോയത്തങ്ങൾ എന്ന പുക്കോയ കുട്ടിയെ കൊണ്ടുവന്നാലേ നമുക്ക് ഇത് കുറച്ചുകൂടി ഉജ്ജ്വലമാക്കാൻ പറ്റൂ എന്നായിരുന്നു വിചാരം. അങ്ങനെ നമ്മൾ കാണുന്ന ആ സമസ്തയിലേക്കും അതുപോലെ തന്നെ സാമുദായികമായ മുന്നേറ്റത്തിൻ്റെയും ചരിത്രത്തിൽ ഈ രണ്ട് മഹാപ്രതിഭകൾ, ഒരാൾ മൗനം കൊണ്ടൊരു ജനതയെ ഭരിച്ചാൽ, ഒരാൾ കർമ്മം കൊണ്ടൊരു ജനതയെ ഭരിച്ചാൽ. മൗനം പോലും ഒരു ജനതയെ ഭരിക്കാനുള്ള ആയുധമാണെന്ന് നമ്മൾ പുക്കോയത്തങ്ങളിൽ നിന്നാണ് പഠിച്ചത്. ഒരു നേരത്തെ മൗനഭഞ്ജനം കൊണ്ട് ഒരു ജനത ഒരൊറ്റ തീരുമാനമെടുക്കുന്ന വല്ലാത്ത കാലത്തിൻ്റെ അവിസ്മരണീയമായ മുഹൂർത്തം സൃഷ്ടിക്കാൻ മഹാനായ പാണക്കാട് PMSA പുക്കോയത്തങ്ങൾക്കല്ലാതെ മറ്റാർക്കാ സാധിച്ചത്? അഖില കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ പർവ്വത സമാനരായ മഹാപണ്ഡിതന്മാർ, സമസ്തയുടെ അഭിയന്തരായ ഉസ്താദുമാരുടെയും ഉസ്താദുമാർ, മഹാനായ ഷെയ്ഖ് ഹസൻ ഉസ്താദിനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, അവരെ പോലെയുള്ള മഹാപണ്ഡിതന്മാരെല്ലാം ഒരു ഭാഗത്ത്. അപ്പോഴാണ് പുക്കോയത്തങ്ങൾ ഒരു ജനതയുടെ മുമ്പിൽ നിന്ന് പറയുന്നത് സമസ്ത മതി, അഖില വേണ്ട എന്നൊരു തീരുമാനം പറഞ്ഞപ്പോഴേക്കും പിരിച്ചുവിടാൻ ആളില്ലാതെ പിരിഞ്ഞു പോകാം. അങ്ങനെ കേരളത്തിലൊരു സംഘടനക്ക് സംഭവിച്ചിട്ടുണ്ടാവില്ല. സലാത്തു ചെല്ലാതെ പിരിഞ്ഞു എന്ന് പറയില്ലേ, അത് പിരിഞ്ഞു പോകുമ്പോൾ സലാത്തെല്ലാം പോലും ആളുണ്ടായിരുന്നില്ല. ആ അവസ്ഥയിലേക്ക് പോകാനെന്താ കാരണം? പൂക്കോയത്തങ്ങളാണ് എന്ന് പറഞ്ഞാൽ സമസ്തയുടെ മുഴുവൻ ആലിമീങ്ങളും മഹാപണ്ഡിതന്മാർ അവരൊക്കെ ഇത് കർത്തവ്യതാ മൂഢതയോടെ നിൽക്കുന്ന കാലത്ത് ആ മൗനമൊന്ന് ഭഞ്ജിക്കുന്നു. ആ മൗനഭഞ്ജനം ചരിത്രത്തിൻ്റെ അത്ഭുതകരമായൊരു മുഹൂർത്തമാകുന്നു. അത് പാണക്കാട് PMSA പുക്കോയത്തങ്ങൾ എന്ന സയ്യിദ് അഹമ്മദ് പുക്കോയ. ആ പുക്കോയ കുട്ടിയെ കൊണ്ടുവരാതെ നമുക്ക് മുന്നോട്ട് പോകാനാവൂല എന്ന് പറഞ്ഞു മഹാനായ ബാഫക്കി തങ്ങൾ. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതൊക്കെ വലിയ പാരമ്പര്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ പേരാണ്. പുക്കോയത്തങ്ങൾ വന്നു, സുന്നി യുവജന സംഘത്തിൻ്റെ നേതൃത്വം ഒരു മുബാറക്കായ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് മഹാനായ കോട്ടുമല ഉസ്താദ് പറയുന്നു. കോട്ടുമല ഉസ്താദ് എന്ന് പറഞ്ഞാൽ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ. ആ കോട്ടുമല ഉസ്താദിൻ്റെ വാക്കനുസരിച്ചു സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി പുക്കോയത്തങ്ങൾ വരുന്നു. പുക്കോയത്തങ്ങൾ വലിയ ഇൽമിൻ്റെ ഭണ്ഡാരായിരുന്നില്ല, പക്ഷേ പുക്കോയത്തങ്ങൾ ഒരു അനുഗ്രഹീത ജീവിതത്തിൻ്റെ പേരായിരുന്നു. ആ അനുഗ്രഹ ജീവിതത്തിൻ്റെ പേരായതുകൊണ്ട് പുക്കോയത്തങ്ങൾ വന്നപ്പോൾ സുന്നി യുവജന സംഘം വലുതായി. ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമുള്ള നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ തന്നെയില്ലേ, അഭിനന്ദനായ അഷ്റഫ് ഐസി ആയിരുന്നു SKSSFൻ്റെ പ്രസിഡന്റ്. ആ സമയത്ത് നാട്ടിക ഉസ്താദ് തന്നെ പറഞ്ഞു, അഷ്റഫെ ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല, പാണക്കാട്ടിൽ നിന്ന് ഒരാൾ വരണം. പാണക്കാട്ടിൽ നിന്ന് വന്നയാൾ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. 10 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ അത്ഭുതകരമായൊരു മഹാസമ്മേളനം ഇവിടെ നടന്നു. ഈ കുറ്റിപ്പുറത്തെ ഭാരതപ്പുഴയുടെ തീരത്ത് മാമാങ്കങ്ങളുടെ നാട്ടിൽ കേരളം കണ്ട അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ പടപ്പുറപ്പാട് കണ്ടത് മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ്. പിന്നെ അത് മജ്ലിസുൽ ഇന്തിസാബായി. പിന്നെ അതിനുശേഷം തങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ തങ്ങൾ ആ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം അഭിനന്ദനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ കേരളം കണ്ട ഏറ്റവും മനോഹരമായ ഒരു
അർത്ഥത്തിൽ കേരളത്തിലെ സന്നദ്ധ സേവന പ്രവർത്തന രംഗത്തെ അശ്വമേധം എന്ന് പറയാൻ പറ്റുന്ന വിധത്തിലേക്ക് വിഖായയെ അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി കേരളീയ സമൂഹത്തിന് സമ്മാനിക്കുന്ന വിധത്തിലുള്ള സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ പുതിയ മാതൃകകൾ സൃഷ്ടിച്ച വിഖായെ ലോഞ്ച് ചെയ്ത 25ാം വാർഷിക മഹാസമ്മേളനം നിങ്ങളൊക്കെ ഓർക്കുന്ന പോലെ തൃശ്ശൂരിലെ പുഞ്ചപ്പാടത്ത് പുഴക്കൽപ്പാടത്ത് അന്നുണ്ടായ സമർക്കന്ത് എന്ന് പറയുന്ന അതിമനോഹരമായ ഇസ്ലാമിക നാഗരികതയുടെ ചരിത്രത്തിലെ അത്ഭുതകരമായ വൈജ്ഞാനിക പ്രകാശനത്തിൻ്റെ പേരാണ് സമർക്കന്ത്. നീതിബോധത്തിൻ്റെ പേരാണ് സമർക്കന്ത്. നീതിബോധത്തിൻ്റെയും കൂടിയാണ്. ഞങ്ങൾ ആ പേരിടുമ്പോൾ നമ്മളൊക്കെ ആലോചിച്ചിട്ട് പോലില്ല അങ്ങനെ ഒരു പേരിൻ്റെ ഉള്ളടക്കത്തിൽ ഒരു നീതിബോധത്തിൻ്റെ ചരിത്രം ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ രണ്ടു കാര്യം അന്ന് അത്ഭുതകരമായി നമ്മുടെയൊക്കെ തന്നെ നാവിൽ നിന്ന് വന്നതാണ് സമർക്കന്ത്. അത് കഴിയുമ്പോൾ അതിലൊരു പ്രമേയം വേണമെന്ന് വന്നപ്പോഴും കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് ഷെയ്ഖുന ശംസുൽ ഉൾപ്പെടെയുള്ള മഹാരഥന്മാർക്കൊക്കെ പാത്തിയോതി അങ്ങനെ ഇരുന്നപ്പോൾ നീതിബോധത്തിൻ്റെ നിതാന്ത ജാഗ്രത എന്നാണ് ഉള്ളിൽ വന്ന ഒരു പ്രമേയം. ആ നീതിബോധത്തിൻ്റെ നിതാന്ത ജാഗ്രതയായിരുന്നു 25ാം വാർഷികം. ഞാൻ ആലോചിച്ച് പോകാൻ കാരണം നീതിബോധവും സമർക്കന്തും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചരിത്രം ഇങ്ങനെ പറഞ്ഞു തന്നു. മഹാനായ ഖലീഫ അമീറുൽ മുഅ്മിനീൻ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവരുടെ കാലത്താണ് അന്നത്തെ കാലത്തെ അദ്ദേഹത്തിൻ്റെ സൈന്യാധിപൻ ഖുതൈബത്ത് ബിൻ മുസ്ലിം അൽ ബാഹിലി എന്ന് പറയുന്ന മഹാനായ സൈന്യാധിപൻ അദ്ദേഹം സമർക്കന്ദിലേക്ക് തൻ്റെ തേരോട്ടം നടത്തി. ആ തേരോട്ടം പക്ഷേ ചില വാഗ്ദാനങ്ങൾ, വസ്തുതാപരമല്ലാത്ത വാഗ്ദാനങ്ങൾ നടത്തിയിട്ടാണ് ആ നാട് കീഴടക്കിയത്. ആ നാട്ടിലെ മനുഷ്യന്മാർ നേരെ വന്ന് ഖലീഫയോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾക്ക് ഇദ്ദേഹം നടത്തിയിട്ടുള്ള വാഗ്ദാനങ്ങൾ വസ്തുതാപരമല്ല, അതുകൊണ്ട് നീതിയല്ല എന്ന് പറയുമ്പോൾ എങ്കിലത് കൃത്യമായി അന്വേഷിക്കാമെന്ന് അന്വേഷണ കമ്മീഷൻ നിശ്ചയിച്ച് അന്വേഷിച്ചിട്ട് തിരിച്ചു പറഞ്ഞു മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ആ സൈന്യത്തെ തിരിച്ചു വിളിക്കണം. സമർക്കന്ദിന് അങ്ങനത്തെ ഒരു നീതിയുടെ ചരിത്രമുണ്ട്. എങ്ങനെ അറിയാതെ അങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം, അതേതോ ഒരു മുഹൂർത്തത്തിൻ്റെ ഏതോ ഒരു മഹത്വത്തിൻ്റെയും ഗുരുത്വത്തിൻ്റെയും ഫലം പോലെ ആ പ്രമേയവും ആ പേരും ഒരുമിച്ച് വന്നു. ഞാൻ പറയാൻ കാരണം അതിന് നേതൃത്വം കൊടുത്ത മഹാനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. നമ്മുടെ നേതൃത്വത്തിൻ്റെ ഒരു ഭംഗി നോക്കൂ നിങ്ങൾ. വലിയ മഹാരഥന്മാരായ നേതാക്കൾ ഈ 100 ആണ്ട് തീരുമ്പോൾ, ഈ 100 ആണ്ടിലേക്ക് നമ്മൾ നടക്കുമ്പോൾ, നിങ്ങളോട് പറഞ്ഞ അഭ്യന്തരായ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ നിഷ്കളങ്കതയുടെ പര്യായമായിരുന്ന CH ഉസ്താദ്, ഇതേ CH ഉസ്താദിൻ്റെ മകൻ അഭ്യന്തനായ തൊയ്യബ് ഫൈസി ഒരിക്കൽ എന്നോട് പറഞ്ഞത്, ഞങ്ങളോടൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ കോട്ടക്കൽ അങ്ങാടിയിലെ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഹാജിയാർ, അദ്ദേഹം കാണുന്നത് ആ പീഡികത്തിണ്ണയിൽ ഒരു പുതപ്പിൽ നിന്ന് കാല് പുറത്തേക്ക് വന്ന ആ പരിചിതമായ കാലിങ്ങനെ കണ്ടിട്ട് അതിശയിച്ച് അടുത്തു നിന്ന് തട്ടി വിളിക്കുമ്പോൾ അത് വേറെ ആരും ആയിരുന്നില്ല. കാറു കേടായി മുഷാവറ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഇനിയും പോകാനുള്ള ദൂരം കുറച്ചേ ഉള്ളൂവെങ്കിലും അന്ന് മൊബൈൽ ഫോണോ മറ്റോ വെച്ച് ആളുകളെ വിളിക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടെ തന്നെ കിടന്നുറങ്ങിയ മുസ്ലിം ഉമ്മത്തിൻ്റെ രാജതുല്യമായ ഒരു ജീവിതമായ പാണക്കാട് സയ്യിദ് PMS പൊക്കോയ തങ്ങളായിരുന്നു അവിടെ അങ്ങനെ കിടന്നുറങ്ങിയത് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തൊരു ത്യാഗങ്ങളുടെ ചരിത്രത്തിൻ്റെയും വഴിയാണ് ഈ പറയപ്പെടുന്ന 100 കൊല്ലം. ആ 100 കൊല്ലത്തിൻ്റെ വഴിയെ പോരുമ്പോൾ ഒരുപാട് അഭിപ്രായാന്തരങ്ങളും പ്രശ്നങ്ങളുണ്ടായി. അഭിപ്രായ വ്യത്യാസം കൊണ്ടൊന്നും ഇത് തകരൂല. അഭിപ്രായ വ്യത്യാസങ്ങളെ അതറിയാതെ കടൽ അതിൻ്റെ തിരയിളക്കത്തിൻ്റെ അപാരമായ ചില കാഴ്ചവട്ടങ്ങൾ കാണിച്ചിട്ട് പിന്നെയും അതതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വീണ്ടും ആ വലിയ തിരമാലകളെ ചേർത്ത് പിടിക്കുന്നത് പോലെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെയൊക്കെയും അതിൻ്റെ കൃത്യമായ പരിഹാരത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന 100 ആണ്ടിൻ്റെ മഹാസാഗരത്തിൻ്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതുകൊണ്ട് നമുക്ക് അക്കാര്യത്തിലൊന്നൊരു ഭയമില്ല. ചിലരൊക്കെ പറയുന്നത് പോലെ ഒന്നും അല്ലാതെ അത് ചരിത്രത്തിൻ്റെ സ്വാഭാവികമായ പരിണിതിയിൽ സംഭവിക്കുന്നതാണ്. അങ്ങനെ അല്ലാതെ വന്ന ഒരു സന്ദർഭമുണ്ടായി 989 പറഞ്ഞതൊക്കെ ഇപ്പോൾ ചിലപ്പോഴൊക്കെ വീണ്ടും ഒരു ബ്ലൂ പ്രിൻ്റ് പോലെ കാണുമ്പോൾ നമ്മൾ ആലോചിച്ച് പോകാൻ, അന്ന് ഈ തെങ്ങന്മാർ പറ്റൂലായിരുന്നു, അന്ന് ഈ തെങ്ങന്മാർക്ക് വിവരമില്ല എന്ന് പറഞ്ഞവരുണ്ട്, അങ്ങനെ പലരും. പക്ഷേ അതുണ്ടാക്കിയെടുത്ത വല്ലാത്തൊരു നോവുണ്ട്. ആ നോവ് ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് നമ്മളുടെ ദുആ. കാരണം ഇതൊന്നുമില്ലാതെ നമുക്കിതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ പഴയ കാലത്തിൻ്റെ ആ നന്മയുടെ വിശുദ്ധിയെ നമുക്കിങ്ങനെ അടയാളപ്പെടുത്തി പോയി തന്ന ഒരുപാട് മഹാരഥന്മാർ, പാങ്ങിൽ ഉസ്താദാകട്ടെ, പറവണ്ണ ഉസ്താദാകട്ടെ, അബ്ദുൽ ബാരി ഉസ്താദാകട്ടെ, പിന്നെ അതിനുശേഷം വന്ന അതിൻ്റെയൊക്കെ കൂടെ നടന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദിൻ്റെയും ഷംസുല്ലമയുടെയും അതിനുശേഷം ആ മഹാപദവിയുടെ രാജതുല്യമായൊരു ജീവിതം
നമ്മളൊക്കെ ഇങ്ങനെ ആനന്ദത്തോടെ തൊട്ടു നോക്കി നിന്നിരുന്ന മഹാനായ ചെർശ്ശേരി ഉസ്താദ്, സൈനുൽ ഉലമ ചെർശ്ശേരി ഉസ്താദ് നബ്ബറല്ലാഹു മറാഖിദഹും, അവരൊക്കെ ആകട്ടെ അവരുടെയൊക്കെ ജീവിതത്തിൽ കണ്ട വല്ലാത്തൊരു വിശുദ്ധിയുണ്ട്. മഹാനായ കെ.ടി. ഇമാൻ മുസ്ലിയാർ, C.H. ഐദ്രോസ് മുസ്ലിയാർ, K.C. ജമാലുദ്ദീൻ മുസ്ലിയാർ, പറഞ്ഞു തീരാത്തത്ര വല്ലാത്ത മഹാജീവിതങ്ങളുടെ പേരുകളെ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് പറയാൻ പറ്റുമെങ്കിൽ അത് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലാണ്. അവർ വിശുദ്ധിയുടെ, നിഷ്കപടതയുടെ, നിഷ്കളങ്കതയുടെ, ആത്മാർത്ഥതയുടെ, സൂക്ഷ്മതയുടെ എല്ലാത്തിൻ്റെയും പ്രതീകങ്ങളായി ജീവിച്ചവരാണ്. എല്ലാത്തിൻ്റെയും പ്രതീകങ്ങളായി വല്ലാത്ത ദാർശനികതയുടെ മഹാനായ കെ.ടി. ഉസ്താദിൽ നിന്നൊക്കെ നമ്മൾ എന്താ പഠിക്കേണ്ടത്? കെ.ടി. ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ എല്ലാത്തിനെയും സംയോജിപ്പിച്ച ആളാണ് മഹാനായ കെ.ടി. ഇമാൻ മുസ്ലിയാർ. എല്ലാത്തിനെയും സംയോജിപ്പിച്ചു. രാഷ്ട്രീയമായി അദ്ദേഹത്തിന് കൃത്യമായ വീക്ഷണം ഉണ്ടായിരുന്നു. സമസ്ത എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അതിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ നയിച്ചു. അതുകൊണ്ടാണ് ആ മഹാനുഭാവൻ വഫാത്താകുമ്പോൾ അതും വല്ലാത്തൊരു കർമ്മയോഗിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആത്മസായുജ്യത്തിൻ്റെ നിമിഷമെന്ന് പറയാൻ പറ്റുന്ന വിധം താൻ എന്തിനു വേണ്ടിയാണോ പണിയെടുത്തത്, താൻ എന്തിനു വേണ്ടിയാണോ ചീത്ത കേട്ടത്, താൻ എന്തിനു വേണ്ടിയാണോ ഓടി നടന്നത്, താൻ എന്തിനു വേണ്ടിയാണോ രാവ് മുഴുവൻ ഉറക്കൊഴിച്ച് നടന്നത്, എന്തിനു വേണ്ടിയാണോ നെഞ്ചുപൊട്ടി പ്രസംഗിച്ചത്, അതെല്ലാം കഴിഞ്ഞ സായുജ്യ സൗഭാഗ്യത്തിൻ്റെ 50-ാം ആണ്ട് മുഅല്ലിമീങ്ങളുടെ ആ മഹാസമ്മേളനത്തിന് സാക്ഷിയാക്കി നെഞ്ചു പിടഞ്ഞവിടെ ഇരിക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രമേ ആ മനുഷ്യൻ്റെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ ശേഷം ഇതൊക്കെ നേതൃത്വം ഏറ്റെടുക്കാൻ യോഗ്യനായ അഭിനന്ദനായ ബഹാവുദ്ദീൻ ഉസ്താദിന് അതിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞിട്ടിറങ്ങിപ്പോയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴും ഹൃദയം പടപടാ മിടിക്കുകയും അത് പൊട്ടിത്തകരുകയും ചെയ്യുന്നതിൻ്റെ വേദന അനുഭവിക്കുമ്പോഴും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾ കേട്ട് മഹാനായ കെ.ടി. ഇമാൻ മുസ്ലിയാർ അന്ന് ആ സമ്മേളനത്തിലിരുന്നു. ആ വാക്കും കഴിഞ്ഞു തീരുമ്പോഴാണ് പതുക്കെ ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും തൻ്റെ വപ്പുപല്ലുകൾ മാറ്റിക്കൊടുത്ത് അങ്ങനെ നിവർന്നു കിടന്നിട്ട് അങ്ങനെ ആ ആംബുലൻസിൽ അതിൻ്റെ സ്ട്രെച്ചറിൽ നിവർന്നു കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് ഈ അനുഭവങ്ങളുടെ മുഹൂർത്തത്തിൻ്റെ അനുഭവ സാക്ഷ്യത്തെ സ്വയം ആവിഷ്കരിച്ച പോലെ ഒരാൾ ഈ ലോകത്തോട് വിട